ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം ആവോളം അനുഭവിച്ചറിയുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, സിറിയ രാജാവ് എലീഷയുടെ തലയെടുക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എലീഷ പറയുന്നു, നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രമിക്കാം. എന്നിട്ട് ഇപ്രകാരം പറയുന്നുണ്ട്, സമറിയായുടെ കവാടത്തിൽ ഒരളവ് മാവ് 1 ഷെക്കൽ വെള്ളിക്കും 2 അളവ് ബാർലി 1 ഷെക്കൽ വെള്ളിക്കും നാളെ വിൽക്കും. ഇത് കേട്ടപ്പോൾ സിറിയയുടെ രാജാവിൻ്റെ സൈന്യാധിപൻ ഇപ്രകാരം പറഞ്ഞു, കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് തന്നാൽ പോലും ഇത് സാധ്യമാണോ? എലീഷ പറഞ്ഞു, നീ ഇത് കാണും, എന്നാൽ നീ ഇത് ഭക്ഷിക്കുകയില്ല. 4 കുഷ്ഠരോഗികൾ സമറിയായുടെ കവാടത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. അവർ പരസ്പരം പറഞ്ഞു, നമ്മൾ ഇവിടെ ഇരുന്നാലും മരിക്കും, നഗരത്തിൽ ചെന്നാലും മരിക്കും, നമ്മൾക്ക് സിറിയയിലേക്ക് പോകാം. അവിടെ ചെന്നാൽ ആരനുവദിച്ചാൽ നമ്മൾ ജീവിക്കും, അല്ലെങ്കിൽ നമ്മൾ മരിക്കും. അവർ സമറിയയിലേക്ക്, അവർ സിറിയയിലേക്ക് യാത്ര തിരിച്ചു. അവർ പറഞ്ഞത്, നമുക്ക് സിറിയയിലേക്ക് പോകാം, അവിടെ ചെന്നാൽ ചിലപ്പോൾ നമുക്ക് ഭക്ഷണം തന്നാൽ ജീവിക്കും, അല്ലെങ്കിൽ നമ്മൾ മരിക്കും. ഏതെങ്കിലും മരിക്കും എന്നവർ തീരുമാനിച്ചു. അവർ സിറിയയിലേക്ക് പോയി. അവിടെ കർത്താവ് സിറിയക്കാർക്ക് ഒരു പ്രത്യേകമായ ദർശനം കൊടുക്കുന്നുണ്ട്. സിറിയയുടെ രാജാവും സൈന്യങ്ങളും വലിയ രഥങ്ങളുടെയും കുതിരകളുടെയും വലിയ ശബ്ദം കേൾപ്പിച്ചു. അപ്പോൾ സിറിയക്കാർ പറഞ്ഞു, ഇതാ ഇസ്രായേൽ, അതായത് സമറിയ രാജാവ് ഈജിപ്തുകാരെയും അതുപോലെ തന്നെ ഈജിപ്തുകാരുടെ രാജാവിനെയും മറ്റൊരു രാജാവിനെയുമായി അവർ കൂലിക്കെടുത്തുകൊണ്ട് യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. അവർ പലായനം ചെയ്തു. അങ്ങനെ കുഷ്ഠരോഗികൾ സിറിയയിലെത്തിയപ്പോൾ, അവരെ പാളയത്തിലെത്തിയപ്പോൾ ധാരാളം ഭക്ഷണം ഇരിപ്പുണ്ട്. അവൾ ആവോളം ഭക്ഷിച്ചു. ഇവിടെ മനുഷ്യരാരെയും കണ്ടില്ല. കുതിരകളും കഴുതകളും മാത്രം അവശേഷിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടിയ വില കൂടിയ വസ്തുക്കൾ അവരെടുത്തു, അവരത് ഒളിപ്പിച്ചു വെച്ചു. അടുത്ത കൂടാരത്തിലെത്തിയപ്പോഴും അവിടെ ജനങ്ങളില്ല. അവിടെയും അവർക്ക് കിട്ടിയത് അവരെടുത്തു, അവർ ഒളിപ്പിച്ചു വെച്ചു. അവർ പറഞ്ഞു, ഇത് സദ്വാർത്തയുടെ ദിനമാണ്, ഇത് രാജാവിനെ അറിയിക്കണം. അവർ രാജാവിനെ അറിയിച്ചു. രാജാവിൻ്റെ ഭൃത്യന്മാർ പറഞ്ഞു, ഇവിടെ നിന്നാലും മരിക്കും, അതുകൊണ്ട് 5 കുതിര യോദ്ധാക്കളെ പറഞ്ഞയച്ചു. അവർ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ആരുമില്ല. അവർ പാളയത്തിൽ കയറിക്ക് ആവശ്യമുള്ളതെല്ലാം അവരെടുത്തു. സൈന്യം മൊത്തം ചെന്ന് അവരെ കൊള്ളയടിച്ചു. അത് പ്രഭാതത്തിൽ കവാടത്തിൽ, സമറിയയുടെ കവാടത്തിൽ വെച്ച് എല്ലാവർക്കും നേരിയ മാവ് 1 ഷെക്കൽ വെള്ളിക്കും
2 അളവ് ബാർലി 1 ഷെക്കൽ വെള്ളിക്കും കൊടുത്തു. രാജാവ് ഈ സർവ്വസൈന്യാധിപനെ അവിടെ നിയോഗിച്ചു. ജനം ആ സൈന്യാധിപനെ തിക്കിലും തിരക്കിലും പെട്ട് സൈന്യാധിപനെ ചവിട്ടിക്കൊന്നു. ദൈവപുരുഷൻ പറഞ്ഞ വാക്ക് നിറവേറി. അവൻ പറഞ്ഞു, നാളെ 1 ഷെക്കൽ വെള്ളിക്ക് 1 അളവ് നേരിയ മാവും 1 ഷെക്കൽ വെള്ളിക്ക് 2 അളവ് ബാർലിയും നിങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞത് നിവൃത്തിയായി. അതുപോലെ തന്നെ രാജാവിൻ്റെ സൈന്യാധിപൻ, സർവ്വസൈന്യാധിപൻ, നീ ഇത് കാണും, എന്നാൽ നീ ഭക്ഷിക്കല്ല എന്ന് പറഞ്ഞതും നിവൃത്തിയായി. പ്രൈസ് ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ കൂടെ ആയിരിക്കുവാനും നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഹൃദയമായും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിവസം എന്നെ വളരെയേറെ സ്നേഹിക്കുകയും ആത്മീയമായ വളർച്ചയിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരൻ ഇന്ന് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഫസർ സെബാസ്റ്റ്യൻ കോട്ടയരികിൽ എന്നാണ്. അദ്ദേഹം എല്ലാ ആത്മീയ മക്കളുടെയും വളർച്ചയും അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന ധ്യാന കേന്ദ്രങ്ങളുടെ വളർച്ചയും ഇപ്പോഴും മനസ്സിൽ കാണുമായിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഞാൻ ഭക്ഷണം കഴിച്ച് ഇറങ്ങി വരുമ്പോൾ ഞാൻ ചോദിച്ചു, സാറ് കഴിക്കുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉപവാസത്തിലാണ്. കരുണയുടെ പ്രാർത്ഥനകൾക്ക് ശേഷം, അതായത് 4 മണിക്ക് ശേഷമാണ് ഞാൻ ഭക്ഷിക്കുക. പ്രൈസ് ലോർഡ്. പ്രായമുണ്ട്. ആ പ്രായത്തിലും പ്രാർത്ഥനയും ഉപവാസവുമായി നീങ്ങുന്ന സഹോദരൻ, ദൈവമേ ആ സഹോദരൻ്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളും സെബാസ്റ്റ്യൻ സാറിൻ്റെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അമ്മയെ, ആശ്രയമാതാവെ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി സെബാസ്റ്റ്യൻ സാറിൻ്റെ ആത്മാവിന് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.